നമ്മളുടെ ജീൻസ് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ, റിപ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ടോ, സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് നാച്ചർ നോക്കുന്നുള്ളൂ. ബിക്കോസ് നേച്ചർ അങ്ങനെയാണ് ബൗണ്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ഫാക്ടർ എന്താണെന്നുണ്ടെങ്കിൽ ലിമറൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് പ്രണയത്തിലാവുന്ന സമയത്ത് പ്യുവർലി ലസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ അട്രാക്ഷൻ വരുന്നത്. 100% ലസ്റ്റാണ്. അത് അല്ല എന്ന് പറയുന്ന വാദിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ആ ലസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവല്യൂഷനെ ബേസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ സിസ്റ്റമാണ്. അത് കൃത്യമായിട്ട് പറയുന്നത് 18 months to 3 years. 3 years എന്ന് പറഞ്ഞാൽ 36 months, 18 months എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷം. 1.5 വർഷം മുതൽ 3 വർഷം വരെയാണ് ഈ ലസ്റ്റിൻ്റെ ഹണിമൂൺ പീരീഡ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെ ആ ടൈം പീരീഡ് അത്ര കൃത്യമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ, പണ്ട് മുതൽ ഇവോൾവ് ആയി വന്ന സമയത്ത് ഒരു കുഞ്ഞിനെ റിപ്രൊഡ്യൂസ് ചെയ്ത് ആ കുഞ്ഞിനെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ ഏകദേശം ഈ ഒരു ടൈം പീരീഡാണ് വന്നത്. അതുവരെയാണ് ഒരു പാരൻ്റൽ സപ്പോർട്ട് വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നില്ല റിലേഷൻഷിപ്പ് ചോദിച്ചാൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെ വർക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ കേസിൽ ഡോപ്പമീനാണ് റിലീസ് ചെയ്തിട്ട് ലസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് ലോങ് ടേം റിലേഷൻഷിപ്പിന് നമ്മൾ മോണോഗമസ് ആയിട്ട് ഒരാളുമായിട്ട് മാത്രം ഇൻറ്റിമേറ്റ് ആവാൻ ഓക്സിറ്റോസിനും വാസോപ്രസിനും റിലീസ് ആവണം.